നമ്മളിപ്പോ നിൽക്കുന്നത് പയ്യന്നൂരിലെ ബൈപ്പാസ് റോഡിലാണ്. ട്രോളർമാർ ട്രോളിയും മാധ്യമങ്ങൾ നിരന്തരം യാത്രാക്ലേശം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പഴയ ബൈപ്പാസ് റോഡല്ല, ഏറ്റവും സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുന്ന പുതിയ ബൈപ്പാസ് റോഡ്. ഒരു കുറ്റം പറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകാറില്ല. ഇപ്പം ഈ റോഡ് ഇത്രയും ഭംഗിയായത് ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് കൊണ്ടോ അല്ലെങ്കിൽ ട്രോൾ ചെയ്തുകൊണ്ടോ ഒന്നുമല്ല. അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തീർത്ത് വരാനുള്ള ആ ഒരു എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഭംഗിയാക്കി മാറ്റിയപ്പോൾ എന്തൊക്കെയായിരുന്നു ആ സാങ്കേതിക തടസ്സങ്ങൾ, എത്രയൊക്കെ ക്ലേശങ്ങളാണ് ഇതിന് പിന്നിൽ അനുഭവിച്ചത് എന്നൊക്കെ ഈ പയ്യന്നൂർ നഗരസഭയെ ഒരു വലിയ വീടായി കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ കാരണവർ സ്ഥാനത്തിരിക്കുന്ന KV ലളിത, പയ്യന്നൂരിന്റെ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയ്ക്കായിരിക്കും പറയാൻ കഴിയുന്നത്. അപ്പോൾ ലളിതയെ കണ്ട് ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു ഇത്രയും കാലം ഈ ബൈപ്പാസ് റോഡിന് പിറകിൽ ഈ ഒരു ഭംഗിയിലേക്ക് എത്തിക്കുന്നതിന് പിറകിൽ പ്രയത്നിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചറിയാം. അപ്പൊ ലളിതേച്ചി, ഈ 5 വർഷമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ പഴി കേട്ടത് മുഴുവൻ ബൈപ്പാസ് റോഡിലായിരുന്നു. ഇപ്പോ ശരിക്കും ഒരു സിനിമ സ്റ്റൈലില് ലളിതേച്ചി വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായി. എന്താണ് ഇപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാനുള്ളത്? നമ്മൾ 5 വർഷക്കാലം ഒരുപാട് വികസനങ്ങൾ പയ്യന്നൂർ നഗരസഭയിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒട്ടേറെ അംഗീകാരങ്ങൾ നഗരസഭക്ക് ഈ 5 വർഷക്കാലം ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും ചർച്ചാ വിഷയമാക്കുന്നതിന് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മറിച്ച് ബൈപ്പാസ് റോഡുമായി ബന്ധപ്പെട്ടാണ് ഒരു വലിയ മോശമായിട്ടുള്ള നിലയിലേക്കുള്ള ഒരു ചർച്ചകൾ ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ താലൂക്ക് ആശുപത്രിയിലേക്ക് അണ്ടർ കേബിൾ വലിച്ച് കറണ്ട് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ റോഡ് നടുവിലൂടെ 1.5 മീറ്റർ ആഴത്തിൽ കീറുന്ന നില ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ റീടാർ ചെയ്തപ്പോൾ ഒരു വെള്ളക്കെട്ടിൻ്റെ ഇടയിലൂടെ പോകുന്ന ഒരു റോഡ് എന്നുള്ള നിലയിൽ തൊട്ടടുത്ത വർഷമാകുമ്പോഴേക്കും ആ റോഡ് പൊട്ടിപ്പൊളിയുന്ന നില വന്നു. ശാശ്വതമായിട്ടുള്ള പരിഹാരം മെക്കാടൻ താറിങ് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ മെക്കാടൻ താറിങ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെ. വലിയ തുക വേണ്ടുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഫണ്ട് ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. ഒടുവിൽ MLA ഇടപെട്ടുകൊണ്ട് 45 ലക്ഷം രൂപ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ലഭിച്ചു. പിന്നീട് ഞങ്ങൾ 1.5 കോടി രൂപ തനത് ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് മെക്കാടൻ താറിങ് ചെയ്താൽ മാത്രമേ ആ റോഡ് നിൽക്കൂ എന്നുള്ളത് കൊണ്ട് ആ രീതിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നീട് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടി കുറേ താമസം വേണ്ടി വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഞങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിറകെ പോവുകയായിരുന്നു. പക്ഷേ പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ സാങ്ഷൻ കിട്ടുന്നതിന് കുറേ വൈകി. അതാണ് ഈ ഒരു മഴക്കാലത്തിന് മുമ്പേ അത് താറ് ചെയ്യാൻ പറ്റാതെ പോയത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഈ പറയുന്നത് പോലെ ആളുകളെ നമുക്ക് വലുതായിട്ട് അങ്ങ് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇത് വാർത്ത ചെയ്യാൻ കാരണം ഈ അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് വലിയ രീതിയിൽ ഇത് കയറി അതിനുശേഷം ഒരു അടച്ചിട്ട് ആ റോഡ് അടച്ചിട്ടാണ് പണികളൊക്കെ പൂർത്തീകരിച്ചത്. പക്ഷെ എന്നിട്ട് അത്രയും പെട്ടെന്ന് വീണ്ടും പൊളിഞ്ഞുപോയി. അതിലൂടെ വാഹന ഗതാഗതം നടന്നില്ല എന്ന് മാത്രമല്ല, ജില്ലയൊക്കെ തെറിച്ച് അടുത്തുള്ള കടകൾക്കൊക്കെ. പക്ഷെ അതിനൊക്കെ അപ്പൊ ഞാൻ നേരത്തെ പറയായിരുന്നു, ഒരു പയ്യന്നൂര് നഗരസഭ ഒരു വീടായി കണക്കാക്കുകയാണെങ്കിൽ വീട്ടിലൊരു കാരണവർ സ്ഥാനത്തിരിക്കുന്ന ലളിതേച്ചി എത്ര മാത്രമായിരിക്കും അതിന്റെ ടെൻഷൻ അനുഭവിച്ചിരുന്നത്. ഒരുപാട് ടെൻഷൻ. ഓരോ മഴ വരുന്ന സമയത്തും റോഡിൽ കുഴി വീഴുന്ന സമയത്ത് അതിൽ നഗരസഭേന്റെ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മളൊരു വലിയൊരു പ്രൊജക്ട് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് ഒരു ഫണ്ടും 1 രൂപ പോലും നഗരസഭയിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ വലിയ കുഴി വന്ന് ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാകുമ്പോൾ എൻ്റെ PA അടക്കമുള്ള ആളുകൾ വലിയ തോതിലേക്കുള്ള പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഓരോരാളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഓരോ കോൺട്രാക്ടർമാരോടും അത്യാവശ്യം സാധനങ്ങളെല്ലാം സഹായിക്കുന്നതിന് വേണ്ടി പറഞ്ഞ് അങ്ങനെയാണ് ഓരോ വലിയ കുഴി വരുമ്പോഴും നമ്മൾ അത് അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചത്. പക്ഷെ അപ്പോഴും ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ എന്തോ അഴിമതി നടത്തുന്നു, അതിന്റെ പേരിൽ അഴിമതി. 1 രൂപ പോലും നഗരസഭയിൽ നിന്ന് ഫണ്ട് ചെലവഴിക്കാതെയാണ് പുലരുന്നത് വരെ. രാത്രി പകലൊന്നും നമുക്ക് അതിൽ പണിയെടുക്കാൻ വേണ്ടി പറ്റില്ല. രാത്രിയിലാണ് നമ്മുടെ വർക്കർമാരെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കുഴി അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചത്. അങ്ങനെ ഒരു 5ഓ 6ഓ തവണ ഞങ്ങൾ ഈ ഓരോ കുഴി വരുന്ന സമയത്ത് വലിയ ചെറിയ കുഴിയൊന്നും അടക്കാൻ വേണ്ടി പറ്റില്ല, വലിയ കുഴി വരുന്ന സമയത്ത് അത് അടക്കുന്നതിന് വേണ്ടിയിട്ട് 1 രൂപ പോലും നഗരസഭയുടെ ഫണ്ട് എടുക്കാതെയാണ് ഞങ്ങൾ ഒരു ഇടപെടൽ നടത്തിയത്. അങ്ങനെ വന്നപ്പോഴും അതിനും ഞങ്ങൾ വലിയ പഴി കേൾക്കുന്ന നില. ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി നമ്മൾ പോയപ്പോൾ അതും വലിയ മോശമായിട്ട് ഞങ്ങൾ ചിത്രീകരിക്കുന്ന നിലയിലേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഞങ്ങൾ പോകുന്നതിനിടയിൽ തന്നെ മെക്കാടൻ താറിങ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നു. അത് വലിയൊരു സമാധാനമായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങി പോകുമ്പോൾ
ആ ഒരു റോഡ് നന്നായി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനം ഉണ്ട്. തീർച്ചയായിട്ടും ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ടാവും. പക്ഷെ ഇത് മനസ്സിലാക്കാതെ ചെറിയ പരിഹാസ വാക്കുകളിലൂടെയോ ഒക്കെ മാധ്യമങ്ങൾ തന്നെ മുന്നോട്ട് വരുന്നത് ഒരുപാട് വേദനിപ്പിച്ചു വലിയ വേദനയുണ്ട്. ഞാൻ ഒരു ജനപ്രതിനിധിയായിട്ട് വരുമ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ പാർട്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആ സാമ്പത്തികമെല്ലാം ഞങ്ങൾക്ക് ഒരു പ്രയാസമല്ല എന്നുള്ളത് കണ്ടുകൊണ്ട് ഈ ഒരു ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി കിട്ടുന്ന ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. പക്ഷെ ആ ഒരു പരിഗണന ഒന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര കിട്ടില്ല. നമ്മൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുമ്പോൾ അത് കാണാതെ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം വന്നു ചേരുമ്പോൾ അത് മാത്രം എടുത്ത് കാണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണം കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു യാത്രാക്ലേശം ഉണ്ടായപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിരിക്കാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ട് വശവും കേൾക്കാതെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാതെ വെറും പരിഹാസ വാക്കുകൾ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു വശം ഉണ്ടാവുമ്പോൾ അതും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ലളിതേച്ചിയെ കാണാൻ വന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ വലിയ തിരക്കിലാണ്. അതിനിടയിലും നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി.